കോഴിക്കോട് പാളയത്ത് യുവാവിന്റെ കൊലപാതകത്തിൽ ബന്ധുവിനെ കസ്റ്റഡിയിലെടുത്ത കസബ പോലീസ്. 22-കാരനാണ് പോലീസിന്റെ കസ്റ്റഡിയിലുള്ളത്. കഴിഞ്ഞ ദിവസമാണ് പാളയം പുതിയ കോവിലകം പറയിൽ ബിജുവിനെ കിടപ്പുമുറിയിൽ കൊല്ലപ്പെട്ട നിലയിൽ കണ്ടെത്തിയത്. ശിവദാസ് കന്മനം കോഴിക്കോട് നിന്ന് ചേരുന്നു. ശിവദാസ്, വലിയ ദുരൂഹതയുണ്ടാക്കുന്ന ഒരു കൊലപാതകമാണ് ബിജുവിൻ്റേത്. ഇതുമായി ബന്ധപ്പെട്ടാണോ ഈ ബന്ധുവായ 22-കാരനെ പോലീസ് കസ്റ്റഡിയിലെടുത്തത്? ഇയാളെ ചോദ്യം ചെയ്തതിലൂടെ എന്തെങ്കിലും വിവരങ്ങൾ കസബ പോലീസിന് ലഭിച്ചിട്ടുണ്ടോ? ഗൗതം, 2 ദിവസം മുൻപാണ് പാളയം സ്വദേശിയായ ബിജു എന്ന വ്യക്തിയെ കൊല്ലപ്പെട്ട നിലയിൽ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ നിന്നും കണ്ടെത്തുന്നത്. അതായത് ബിജുവിനെ കാണാതായ സമയത്ത് പിന്നീട് വീട്ടുകാർ പരിശോധിച്ചപ്പോഴാണ് മുറി പുറത്തുനിന്നും പൂട്ടിയ നിലയിൽ കണ്ടെത്തിയതും അതിനുശേഷം പിന്നീട് ആ വാതിൽ ചവിട്ടി പൊളിച്ച് ഉള്ളിലേക്ക് കടന്നപ്പോൾ അവിടെ ബിജു ഇങ്ങനെ രക്തത്തിൽ കുളിച്ച് കിടക്കുന്ന നിലയിലും കണ്ടെത്തിയിരിക്കുന്നത്. സംഭവത്തിൽ വലിയ ദുരൂഹത അപ്പോൾ തന്നെ ഉണ്ടായിരുന്നു. കാരണം ബിജുവിൻ്റെ ശരീരത്തിൽ ഏകദേശം 40-ലേറെ മുറിവുകൾ ഉണ്ടെന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ കണ്ടെത്തിയിരുന്നു. മുഖത്ത് മാത്രം നിറയെ ഏകദേശം 10 കൂടുതൽ മുറിവുകൾ ഉണ്ടായിരുന്നു. കത്തി കൊണ്ട് വരച്ച രീതിയിലുള്ള മുറിവുകൾ ഉണ്ടായിരുന്നു. സംഭവത്തിൽ വലിയ ദുരൂഹത അപ്പോൾ തന്നെ ഉണ്ടായിരുന്നു. ബന്ധുക്കളടക്കം പറഞ്ഞിരുന്നത് ലഹരി മാഫിയാണ് ഇതിന് പിന്നിൽ എന്നാണ്. പക്ഷേ പോലീസ് തുടക്കത്തിൽ തന്നെ ഇത് തള്ളിയിരുന്നു. കാരണം പോലീസിൻ്റെ അന്വേഷണം മറ്റു ചില വഴിക്കായിരുന്നു. പിന്നീട് ഇന്നലെ ഒരു വ്യക്തിയെ 22 വയസ്സുള്ള ഒരു വ്യക്തിയെ പോലീസ് കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട്. ഈ വ്യക്തിയെ നിലവിൽ കസ്റ്റഡിയിൽ എടുത്ത് പോലീസ് ചോദ്യം ചെയ്തു വരികയാണ്. ഈ കൊല്ലപ്പെട്ട ബിജുവിൻ്റെ ബന്ധു കൂടിയാണ് ഈ 22-കാരനായ ഈ വ്യക്തി. അതായത് ഈ വ്യക്തിക്ക് മുൻപ് മാനസിക അസ്വസ്ഥം ഉണ്ടായിരുന്നു. അപ്പോൾ ആ സമയത്ത് ബിജുവാണ് ഇദ്ദേഹത്തെ മറ്റ് ഇത്തരത്തിലുള്ള മാനസികാരോഗ്യ കേന്ദ്രത്തിലേക്ക് അടക്കം കൊണ്ടുപോകുന്നതിന് മുന്നിൽ നിന്നത് എന്നുള്ളത് കൊണ്ട് തന്നെ ഈ വ്യക്തിക്ക് അത്തരത്തിലുള്ള ഒരു പക ഉണ്ടായിരുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ആ പക പിന്നീട് വളർന്നാണ് ഇപ്പോൾ ഈ കൊലപാതകത്തിലേക്ക് എത്തിയത് എന്നുള്ളതാണ് നമുക്ക് പ്രാഥമികമായി ലഭിക്കുന്ന സൂചന. നിലവിൽ ഇപ്പോഴും ഈ വ്യക്തിയെ ചോദ്യം ചെയ്തു വരികയാണ്. എന്തായാലും വലിയൊരു ദുരൂഹത നിലനിന്നിരുന്ന ഒരു കേസ് തന്നെയാണ്. ക്രൂരമായ ഒരു കൊലപാതകം കൂടെയായിരുന്നു പാളയത്ത് 2 ദിവസം മുൻപ് നടന്നത്. ഗൗതം, ഓക്കെ, വ്യക്തമാണ്. ശിവദാസ് കന്മനമാണ് കോഴിക്കോട് നിന്ന് ചേർന്നത്.